ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കണം. അപ്പോൾ കിച്ചു വന്നതിൻ്റെ ശേഷമുള്ള നമ്മളെ നാട്ടിലെ ആദ്യത്തെ വ്ളോഗാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോണത് കേട്ടോ. അപ്പോൾ ഇന്നലെ വാപ്പിയും മക്കളും കളിയൊക്കെ കഴിഞ്ഞ് നട്ടപ്പാതിരൊക്കെ കയറി വന്നതുകൊണ്ട് തന്നെ ഞങ്ങളുടെ നെമീറ്റപ്പോത്തിന് സമയം 10:30 മണിയായിരിക്കണം. 10:30 മണിയായതാ എൻ്റെ കിച്ചു മീൻ നന്നാക്കി കൊണ്ടിരിക്കുന്നു. എനിക്ക് പറയാനുള്ളത് മീൻ നന്നാക്കൽ പറഞ്ഞാല് ഒരു കലയാണ്. ഇത്ര മത്തി കഴിക്കണ റബ്ബില്ല. മീൻ നന്നാക്കൽ ഒരു കലയാണെന്ന് പറഞ്ഞിട്ട് 10-20 മിനിറ്റ് കഴിക്കണ് ഇരിക്കലെടുത്തിട്ട്. എന്നിട്ട് ഇപ്പൊ അതാ പാത്രത്തില് ഒരൊറ്റ മത്തി. ആരോ വിളിക്കണേ എന്തൊക്കെ ഒരൊറ്റ മത്തിയാണ്. കിച്ചു മീൻ നന്നാക്കുമ്പോ ഏറ്റവും കൂടുതൽ സുഖം ബെനക്കാണ്. ബെന ഇവളാണ് തോന്നുന്നുണ്ട്. അവൾക്കാണ് ഏറ്റവും സുഖം. പകുതി മീൻ പാത്രത്തേക്കും പകുതി മീനോളം വറ്റിക്കുക. ഡെയിലി വരും, മണത്ത് വരും ചെയ്യണ്ടല്ലോ അല്ലേ? എന്നാലും ഒന്ന് കിട്ടിയതിൻ്റെയാണ്. കൊറേ കൊടുത്തിക്കണല്ലേ. നോമ്പിന് കൊടുത്താൽ ശിക്ഷ കിട്ടും പൊട്ടത്തിയേ. നോമ്പ് കുറിച്ചില്ലേ? പൂച്ചയുടെ നോമ്പ് മുറിച്ചില്ലേ? പൂച്ചക്ക് നോമ്പ് ഉണ്ടാവുമല്ലോ. അപ്പൊ മീൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ നോമ്പില് അതിന്റെ നോമ്പ് മുറിഞ്ഞില്ലേ? ബ്രെഡാണ് നോമ്പ് മുറിയില്ല അച്ഛാ. പൂച്ചക്ക് ബ്രെഡ് എന്നാ നോമ്പ് മുറിയില്ല. ശരിക്കും പോയിട്ടതാണെന്ന് പറയട്ടെ. ഈ തൊലി വന്ന് പെറുക്കി കൊണ്ടേക്കൊണ്ടിട്ടാ ഞാൻ എടുക്കൂല. ഇവിടെ ഒരാൾ കിച്ചൺ നീറ്റ് വന്നിട്ട് വാഴക്കൊലമ ചാരി കിടന്നു പറഞ്ഞു. അടല്ലേ ആ മീൻ വെള്ളത്തിലുണ്ടാവും. ആറ്റമ്മോ അത് മണ്ടക്ക് വീഴുവോ കൊല? വ്യാഴക്കൊല ഇജ കൊല വലുപ്പമാകട്ടെ. എൻ്റെ എത്ര പോകുന്ന വഴക്കൊലുണ്ടല്ലോ മാഷാല്ലാ. പോയി ബ്രഷ് ചെയ്താ. ഇന്നലെ കാക്കുവിൻ്റെ കളി കാണാൻ പോയാ? എങ്ങനെ ഉണ്ടായിരുന്നേ? എൻ്റെ കുട്ടി ജയിച്ചത് കണ്ടില്ലേ ജി? എന്തെന്തെന്ത് അഭിമാനം കൂടിയേ അമ്മച്ചിനിട്ട് ചേർത്തിട്ട. എൻ്റെ ഐഡിയ കൊണ്ടാണ് എൻ്റെ ഈ 4 മക്കളും എൻ്റെ ഈ പേര് ഇത്ര ഭംഗിയിൽ പോണത് എന്നുള്ള കാര്യം താങ്കൾ മറക്കരുത്. ഒരു കവറ് കീറില്ല. അപ്പൊ ഇത്ര വലിയ ഐഡിയ. അത് അപ്പുറത്തെ പറമ്പിലാ ചെങ്ങായിട്ട് നോക്കിയിട്ട് ഇപ്പുറത്തെ പറമ്പിൽ കിടന്നിട്ട്. ഈ പുല്ലൊന്നും ഇവിടെ കാണരുത്. നല്ല വൃത്തിയാക്കണം. ഇതിമത്തെ പപ്പായ എന്താ ടീച്ച? പഴുത്ത പപ്പായ അതാ ഇന്റെ ചീരന്മാരൊക്കെ ചവിട്ടി ഇതാക്കിയാ. തക്കാളി ഉണ്ടാവില്ലടാ. എന്റെ പച്ചമുളക് നിക്കണ നോക്ക്. 15 ദിവസം നമുക്ക് പറമ്പി പണിയെടുത്ത് അങ്ങോട്ട് മുതലാക്കണേ. തൂവാക്കടിച്ചുണ്ടാവൂട്ടാ. എന്നാളെ അവിടുത്തെ ഇതാക്കിയപ്പോ തൂവാക്കടിച്ച ഈ നമ്മളോട് അന്ന് പറഞ്ഞില്ല ഓല ബാഗിൽ ഉണ്ടാക്കിയാ നല്ല ഉണ്ടാവും എന്നൊക്കെ. ഒരു കുന്തും ഉണ്ടായില്ല. സെറ്റായില്ല. ഈ പക്കം കൂടി ഇടണല്ലേ?
3 മാസത്തിൽ 15 ദിവസം കിട്ടണമെങ്കിൽ വെച്ചാലും ആ 15 ദിവസത്തിൽ വിരലും മണ്ണുന്ന ദിവസങ്ങൾ മാത്രമേ വീട്ടിൽ ഞങ്ങൾക്ക് കിട്ടലുള്ളൂ കേട്ടോ. കാരണം അതിൻ്റെ ഇടയ്ക്ക് ഹോസ്പിറ്റൽ കേസായിട്ടും അവിടെ ഇവിടെയും പോക്കും വരവും ഒക്കെ ആയിട്ട് 15 ദിവസത്തിൽ എങ്ങനെ ദിവസങ്ങൾ കഴിയണമെന്ന് നമുക്ക് തന്നെ അറിയാൻ പറ്റാത്ത പോലെയാണ്. ഇപ്പോൾ നമുക്ക് എത്ര ദിവസം ലീവ് കിട്ടിയാലും അങ്ങനെ തന്നെ ആയിരിക്കും. എന്നാലും അൽഹംദുലില്ലാ നമുക്ക് ഒരുമിച്ച് കിട്ടുന്ന ദിവസങ്ങൾ നമ്മൾ മാക്സിമം അത് സന്തോഷത്തിലാക്കുക എന്ന് മാത്രം. അപ്പോൾ വീട്ടിലുണ്ടാകുന്ന ദിവസങ്ങൾ രാവിലെ തന്നെ വാപ്പി മക്കളും കൂടിയും പറമ്പിൻ്റെ കാര്യങ്ങളും തയ്യോള കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് ഇറങ്ങും. ഞാൻ വേഗം അടുക്കളയിലെ പണികളും കാര്യങ്ങളൊക്കെ കഴിച്ച് ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കും. അതൊക്കെ തന്നെ വലിയൊരു സന്തോഷമുള്ള കാര്യം തന്നെയാണ് നമുക്ക് എല്ലാവരും കൂടി കൂടുമ്പോൾ അല്ലേ. പിന്നീട് അവർ നാട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് ആലോചിക്കാനും ഓർക്കാനും ഒക്കെ കിട്ടുന്ന കുറേ നിമിഷങ്ങൾ ഇതൊക്കെ തന്നെ മാത്രമാണ്. പോയിട്ടാ വിനോ ഒറ്റക്കാലല്ലേ ഇരുന്നല്ലേ? യോ 31 കുട്ടി 15 ജു പോയി 15 ആയിരുന്നു നല്ലേ തികച്ച 15 നിർത്തിയാൽ മതിയായിരുന്നു. 9 ആക്കണ്ടായിരുന്നു. ഇപ്പത്തെ ചൂടിന് അധിക സമയമൊന്നും പുറത്ത് നിൽക്കാൻ വയ്ക്കൂല കേട്ടോ. അപ്പം ഞാൻ അവരെ പുറംപണി കഴിയുന്നതിൻ്റെ ഇടയിലും കളി കഴിയുന്നതിൻ്റെ ഇടയിൽ കൂടെ ഞാനൊരു മാങ്ങ ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നേരെ കിച്ചണിക്ക് വന്നു. എല്ലാവർക്കും ഓരോ ജ്യൂസൊക്കെ കൊടുത്തു. ഇനി ഞങ്ങൾക്ക് ഒരു പുറത്ത് പോകാനൊരു പ്ലാൻ ഉണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് റെഡി ആവാൻ നിൽക്കുകയാണ്. അപ്പൊ അവിടെ പപ്പി മക്കളും കൂടി നല്ല പരിപാടിയിലാണ് കേട്ടോ. വന്ന് പുറം ഭാഗം ക്ലീൻ ചെയ്യലും അവിടെ പോലെ മടലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തിടലും ക്ലീൻ ചെയ്യലും ഒക്കെ പാടിയായിട്ട് ആകെ 15 ദിവസത്തെ ലീവ് കിട്ടുവിളിച്ചാലും ആ 15 ദിവസം നമ്മൾ എന്തൊക്കെ കാട്ടണ്ടേ എങ്ങനെയൊക്കെ യൂസ് ചെയ്യേണ്ടതെന്നുള്ള അറിയാത്ത പോലെ വന്ന് ഇതാ പോയി എന്ന് പറഞ്ഞ പോലത്തെ പോണ കുറച്ച് ദിവസങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മളെ റിയയുടെ എപ്പിസോഡും കാര്യങ്ങളൊക്കെ വൈകി പോകുന്നത്. കാരണം എല്ലാവരും എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ്, എന്താ റിയയുടെ എപ്പിസോഡ് വരാത്ത ലൈവ് അല്ല പോലും വീഡിയോ റിയയുടെ എപ്പിസോഡ് എന്താ വരാത്ത, എന്താ വീഡിയോ വെളുക്കണമെന്നൊക്കെ എപ്പോഴും ചോദിക്കും. അപ്പം മെയിനായിട്ട് ചോദിക്കുന്നവരോട് എല്ലാവരോടും പറയാനുള്ള കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഫാമിലി കംപ്ലീറ്റ് ആവുന്നത് നമ്മള് മക്കളും ഹസ്ബൻഡും കൂട്ടും കുടുംബം ഒക്കെ പാടും ചേരുമ്പോഴാണ് നമ്മളെ ഫാമിലി കംപ്ലീറ്റ് ആവുന്നത്. അപ്പൊ കിച്ചു ആകെ 3 മാസത്തിൽ 15 ദിവസം മാത്രം നാട്ടിലേക്ക് വരിക. അപ്പൊ ആ 15 ദിവസത്തിൽ നമ്മൾ കൂടുതലായിട്ട് ഷൂട്ട് ചെയ്യാനും വീഡിയോ എടുക്കാനും പിന്നെ അത് എഡിറ്റ് ചെയ്യാനും റെക്കോർഡ് ചെയ്യാനും ആക്ട് ചെയ്യാനും ഒക്കെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ ഫാമിലി ടൈം കിട്ടുകയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം തന്നെ കിച്ചു നാട്ടിലേക്ക് വരുന്നതിന്റെ മുന്നേ എടുത്ത തീരുമാനമാണ് ഈ ഒരു 15 ദിവസം നമുക്ക് ഫാമിലിക്ക് ഇച്ചിരി മാറ്റി വെക്കുന്നത്. കാരണം നമുക്ക് എണ്ണി കിട്ടുന്ന ലീവ് പോലെയുള്ള 15 ദിവസം എല്ലാ നമ്മളെ റിയ സ്റ്റോറി കണ്ടുകൊണ്ടിരിക്കുന്ന ഒട്ടുമിക്ക ആൾക്കാരും പ്രവാസി കുടുംബങ്ങളാണ്, പ്രവാസിമാരെ ഭാര്യമാരാണ്, പ്രവാസിമാരെ മക്കളാണ്. അപ്പൊ എല്ലാവർക്കും ആ ഒരു ഫീൽ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇപ്പൊ അവരൊക്കെ തന്നെ പപ്പാന് 15 ദിവസം കിട്ടുന്നത് പോരാ. ഇപ്പൊ 15 ദിവസത്തിൽ ഇപ്പൊ ഏകദേശം 13 ദിവസത്തോളം കഴിഞ്ഞ് ഇനി 14, 15 ഇപ്പൊ ഇന്നേ വീഡിയോ ഇറങ്ങുമ്പോ ഇനി ലാസ്റ്റ് 2 ദിവസം മാത്രമേ കിച്ചു പോകാൻ ബാക്കിയുള്ളൂ എന്ന് പറഞ്ഞ പോലെ നിൽക്കുകയാണ്. ഞായറാഴ്ച തിങ്കളാഴ്ച ലെവലിൽ കിച്ചു പോവും. അപ്പോൾ 17-ാം തീയതി പോവും. അപ്പോൾ എന്താ പറയാ അതിൻ്റെ ഒരു ഇതിലാണ് ഇപ്പം ഞങ്ങള്. കാരണം നമുക്ക് ആ ഒരു ദിവസങ്ങളിൽ നമുക്ക് എത്രത്തോളം നമുക്ക് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന വെച്ചാൽ അങ്ങനെ ഉപയോഗിക്കാന്നുള്ള ലെവലിൽ ഞാൻ അതുകൊണ്ടാണ് കേട്ടോ വീഡിയോസ് കാര്യങ്ങളൊന്നും ചെയ്യാത്തത്. അപ്പം എന്തായാലും ഞങ്ങൾ ഒരു ട്രിപ്പ് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് അതൊക്കെ പോയി വന്ന് അല്ലേ നല്ല അടിപൊളിയായിരുന്നു. അപ്പം എന്തായാലും ആ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട്. ഒരുപാട് വിശേഷങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ പോണതും വരുന്നതും വീട്ടിലുള്ള കാര്യങ്ങളും ഒക്കെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും എഡിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എത്തിക്കാനുള്ള ഒരു സമയം പോലും സത്യത്തിൽ കിട്ടിയിട്ടില്ല. കാരണം വെച്ചാൽ നമുക്ക് സമയം എന്താ പറയാ ചാനലിന് വേണ്ടിയിട്ട് ഞാൻ സത്യത്തിൽ ഈ ഒരു 15 ദിവസം ചാനലിന് വേണ്ടിയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാതെ നിന്നതാണ് കേട്ടോ, ഒഴിവാക്കി വിട്ടതാ. പക്ഷേ നമുക്ക് കാണിക്കേണ്ട കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. നമുക്കൊരു പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ ഏറ്റെടുത്തിട്ട് നമ്മൾ നടത്തുന്ന ചാനലാവുമ്പോൾ നമുക്ക് അതിൻ്റെതായ സമയത്ത് നമ്മൾ എത്ര തിരക്കാണ്, നമുക്ക് എന്താ അസുഖമാണെന്ന് പറഞ്ഞാൽ പോലും നമുക്കൊരു എക്സ്ക്യൂസ് കിട്ടാത്തൊരു കാര്യം. അപ്പൊ ആ ഒരു ഇതിന്റെ ഇടയിൽ കൂടെ ഞാൻ ഇന്നത്തെ ഇതിൽ ഈ ഒരു വിശേഷങ്ങളും കൂടി പറയാൻ വിചാരിച്ചിട്ടുണ്ട്. കാരണം ഈ ഒരു 5 ബ്യൂട്ടി പ്രൊഡക്റ്റിന് ഇപ്പോൾ നല്ല ഓഫർ റേറ്റിൽ കിട്ടുന്നുണ്ട്. അതിന്റെ മെയിൻ ആയിട്ട് ഒന്നത് മൈബ്ലെയിൻ്റെ ലിപ്സ്റ്റിക്കാണ്. ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക്കാണ്, നല്ല ഷെയ്ഡാണ് കേട്ടോ. ഇവിടെ എന്താ പറയാ എനിക്ക് എല്ലാ ഷെയ്ഡും കാര്യങ്ങളൊന്നും ലിപ്സ്റ്റിക്കിലും ഒക്കെ ആവാറില്ല. എവിടേക്കെങ്കിലും പോകുമ്പോഴൊക്കെ അതന്നെ ഈ ലിപ്സ്റ്റിക്ക് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത്. കാരണം പക്ഷേ അതൊന്ന് ഉള്ളിൽ അപ്ലൈ ചെയ്താലും
നമുക്ക് ലിപ്പ് നല്ല ഒരു നാച്ചുറൽ ലുക്കായിട്ട് തോന്നിക്കോട്ടോ, അല്ലാണ്ട് ഓവർ റെഡും കാര്യങ്ങളൊന്നും ഇല്ല. അതന്നെ. പിന്നെ ഈ ഒരു സൺസ്ക്രീൻ ഇതും ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നതാണ്. അത് ഞാൻ എവിടേക്കെങ്കിലും പോവുകയാണെച്ചാലും വീട്ടിൽ ഉപയോഗിക്കുകയാണെച്ചാലും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു ചൂട് സമയം കൂടി ആയതുകൊണ്ട് തന്നെ ഈ ഒരു സൺസ്ക്രീൻ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നല്ലൊരു കൂളിംഗ് എഫക്റ്റ് നമ്മുടെ സ്കിന്നിന് കിട്ടലുണ്ട്. FP15++++ വരുന്ന ഒരു സൺസ്ക്രീനാണ് കേട്ടോ. അത് നല്ല അടിപൊളിയാണ്. ഇതിപ്പോൾ ഓഫർ റേറ്റിൽ കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന വേറൊരു സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ നമ്മളെ ഫേസ് കാനഡയുടെ ഈ ഒരു സ്റ്റോപ്പ് ക്രീമാണ്. ഇതിന്റെ ഇത് കയ്യാറായി തുടങ്ങി. ഇതിന്റെ കോലം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഏകദേശം ഞാൻ എത്രത്തോളം യൂസ് ചെയ്യാറുണ്ട്. കാരണം എത്രത്തോളം ഇത് എത്ര പറഞ്ഞാൽ നമുക്ക് ഫേസ് മൊത്തം അപ്ലൈ ചെയ്യേണ്ട ഒന്നല്ല. അത് കണ്ട് നമ്മളെ കണ്ട് ചിന്നില് പിന്നെ അതുപോലെ ഈ ഒരു മൂക്കിന്റെ ഇവിടെ മാത്രം ജസ്റ്റ് ഒന്നിട്ട് അപ്ലൈ ചെയ്താൽ നമുക്ക് നല്ല ഗ്ലോ ആയിട്ടുണ്ടാവും കേട്ടോ. പിന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. അപ്പൊ ഇവരിനോട് ചോദിക്കുമ്പോൾ ചെമ്മച്ചിയുടെ ഇവിടെ കാണാൻ നല്ല രസമാണ് പുറത്ത് പോകുമ്പോൾ ഞങ്ങൾക്ക് അത് യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ കുട്ടികൾക്ക് ഇത് പറ്റൂല. കുട്ടികൾക്ക് അത് ഒരിക്കലും നമ്മളത് റെക്കമെൻഡ് ചെയ്യരുത്. നമുക്ക് എപ്പോഴും പുറത്ത് പോകുമ്പോൾ നമ്മൾ കണ്ട ഫൗണ്ടേഷനും കാര്യങ്ങളും മറ്റേതൊന്നും വാരി വലിച്ചിടാത്തവർക്കാണ് വെച്ചാൽ ഈ ഒരു സംഭവം നല്ല വർത്തട്ട. കാരണം ഞാൻ ഓവർ മേക്കപ്പ്, ഐഷാഡിൽ ഫൗണ്ടേഷൻ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഫേസിൽ അപ്ലൈ ചെയ്യലില്ല. ഈ ഒരു സൺസ്ക്രീനും ഈ ഒരു ഫേസ് കാനഡയുടെ ഇതും ഞാൻ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ മൈബ്ലിന്റെ ഈ ഒരു ലിപ്സ്റ്റിക്കും. പിന്നെ ഇത് ഫേസ് വാഷ് ആണ്. ഞാൻ ഇത് വെച്ചാല് നമുക്ക് എന്താ പറയാ ഫേസ് നല്ല ആദ്യം ഇതൊക്കെ യൂസ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് നമ്മുടെ ഫേസിലെ അഴുക്ക് കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് കളയണം. അപ്പൊ ഈ ഒരു ഫേസ് വാഷ് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. നമുക്ക് നല്ല ഡസ്റ്റ് കാര്യങ്ങളൊക്കെ നമ്മുടെ ഫേസിന്റെ ഉള്ളിലുണ്ട് എന്ന് വെച്ചാല് അതൊക്കെ പോകാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും. അത് എട്ടുകാലിയുടെ എന്താണ് ഈ എട്ടുകാലിയുടെ വലയുടെ ഇതുണ്ടാവില്ലേ അതാ. അത് ഒഴിവാക്കിക്കളാ ഡസ്റ്റ്ബിൻ കിട്ടാ. തൊടണ്ടല്ലോ, എന്തിനാണ് വല തൊടുന്നത്? അത് കുഴപ്പമില്ല, കൈ വാഷ് ചെയ്ത് അവിടെ ഇവിടെ 3 പേരും കൂടി സ്കൂൾ ഷെൽഫൊക്കെ ക്ലീൻ ആക്കണ തിരക്കിലാണ് കേട്ടോ. ഇതാണ് കോർഡിനേറ്റർ. അപ്പൊ കോർഡിനേറ്റർ ആറ്റയുടെ നേതൃത്വത്തിൽ ഇവിടെ സ്കൂൾ ഇതൊക്കെ സ്കൂൾ തുറക്കാൻ അധികം ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് സ്കൂൾ ഷെൽഫ് മൂന്നാള് ഷെൽഫും ഇനിയിപ്പോ ഒരു 10 ദിവസം കൂടി ഉണ്ടാവും. എത്രയും അപ്പൊ സ്കൂൾ ഷെൽഫ് ക്ലീൻ ചെയ്യാൻ കേട്ടോ. മൂന്നാളെ ഷെൽഫ് ക്ലീൻ ചെയ്യാനാക്കിയാണ്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. കൂടെ ഈ ലാക്മിയുടെ ഈ ഒരു സൺസ്ക്രീനും യൂസ് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് എന്താ പറയാ ഇതും അവോയ്ഡ് ചെയ്തിട്ട് ഒറ്റൊന്ന് മാത്രം യൂസ് ചെയ്യാന്ന് വെച്ചാൽ ഇത് യൂസ് ചെയ്താൽ മതിട്ടോ. കാരണം ഇത് ഞാനേ എന്താ പറയാ വീഡിയോ ഒക്കെ വൈൻഡപ്പ് ചെയ്തിട്ട് പോയതാണ്. അപ്പോഴെന്റെ ബബലുമ്മ പറഞ്ഞു ഞാനും വരാൻ നിൽക്കിയിരുന്നു വീഡിയോ ഒക്കെ. അപ്പോഴപ്പോൾ ഇമ്മച്ച് വീഡിയോ നിർത്തിങ്ങാണ്ട് പോയത് എന്നാണ്. അപ്പൊ ഞാൻ പറഞ്ഞ ബബലുട്ടിനോട് നജ്ജും വായോ നമുക്ക് 3 ആൾക്കും കൂടി വീഡിയോ വൈൻഡപ്പ് ചെയ്യാന്നല്ലേ. അപ്പൊ ദാ നിന്റെ ചുന്ദരി കുട്ടികൾക്ക് സ്കൂളൊക്കെ തുറക്കാൻ വേണ്ടിട്ട് പോവാനേ. പപ്പ വന്ന് നല്ല ഫുള്ളായിട്ട് എൻജോയ് ചെയ്തില്ലേ 15 ദിവസം. നമ്മള് ഫുള്ളായിട്ട് എൻജോയ് ചെയ്ത് എന്റെ മക്കളെ നല്ല ഹാപ്പിയായി. മാഷാല്ലാ. എന്റെ ബബുലൂട്ടിയുടെ കരച്ചില് കണ്ടിട്ടാ പപ്പ വന്നതല്ല. ആറ്റക്കുട്ടിയുടെയും ബബുലൂട്ടിയുടെയും എനിക്ക് എപ്പോഴും ചോദിക്കാനുള്ള ഒരു ചോദ്യമായിരുന്നു, എപ്പോഴാ പപ്പ വരിക. വിളിച്ചു കഴിഞ്ഞാൽ അതന്നെ പറച്ചിലും കരച്ചിലും തന്നെ ഒരു പണിയായിരുന്നു. അങ്ങനെ ഓലോട് ജൂൺ 1 വരും എന്നാ പറഞ്ഞിരുന്നത് അല്ലേ. അങ്ങനെ പെട്ടെന്ന് ടൂർ പ്ലാൻ ചെയ്തിട്ട് ജൂൺ പപ്പച്ചി വരുമ്പോ പപ്പച്ചിന്റെ ഒപ്പം ജൂണിന് ടൂർ പോകാൻ പറഞ്ഞപ്പോ ഞാൻ എന്താണെന്ന് വിചാരിച്ചു. മെയ് പറഞ്ഞിട്ട് ജൂണിക്ക് ആക്കിയത്. ഞങ്ങൾ നമ്പർ ചെയ്യുന്നതൊക്കെ നല്ല സർപ്രൈസ് ആയിക്കണം. പപ്പ വന്ന് ഇപ്രാവശ്യം വലിയ പോലെയോ അവലോട്ട് പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കിയായിരുന്നു. ഞാൻ പപ്പാടെ ഫ്രണ്ട് വന്നിട്ട് ഇവരെ കൊലായിലേക്ക് വിളിച്ചപ്പോ ബബുല് വന്നിട്ട് ഫ്രണ്ടിനോട് ഇങ്ങനെ വർത്താൻ പറഞ്ഞ ഇടയ്ക്ക് പെട്ടെന്ന് കിച്ച കാറിന്റെ അവിടെ നിന്ന് വന്നേക്ക് ബബുല് പപ്പച്ചക്ക് അപ്പോ നിങ്ങളെ കണ്ടേക്ക് അപ്പോ ഓടി വന്നു പപ്പ. അപ്പൊ എന്തായാലും ഞങ്ങളെല്ലാ വിശേഷങ്ങളും നമ്മുടെ ഇൻസ്റ്റയില് അതൊക്കെ റീൽസ് ആക്കിയിട്ടുണ്ട് അല്ലേ. അതൊക്കെ അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസങ്ങളിൽ വിശേഷങ്ങളായിട്ട് വരാം.